നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമവും ചട്ടവും പാലിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്ന മന്ത്രി MP രാജേഷ്. ഇടുക്കി ആർച്ച് ഡാം കാണാൻ 2 മാസത്തിനിടെ ഒഴുകിയെത്തിയത് 27,700 സഞ്ചാരികൾ. കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി അണക്കെട്ട് തുറന്നുകൊടുത്തത്. സംസ്ഥാന പട്ടയമേളയോടനുബന്ധിച്ച് ജില്ലയിൽ 500 പട്ടയങ്ങൾ വിതരണം ചെയ്യും. വാഴത്തോപ്പിൽ ഒക്ടോബർ 31-ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ സ്വീകരണം. ദേവപ്രിയയ്ക്ക് CPM ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. നിയമവും ചട്ടവും പാലിച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയത്തിന്റെയും കൊടികുത്തി ചെക്ക് ഡാമിന്റെയും കൊക്കയർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റം വന്നിട്ടുള്ള കാലയളവാണിത്. സേവനങ്ങൾ ഓൺലൈനാക്കിയതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങേണ്ട സ്ഥിതി മാറി. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സേവനങ്ങൾ ഓൺലൈനാണ്. ഇതേ തുടർന്നാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹകരണത്തോടെ K-സ്മാർട്ട് സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിച്ചത്. മൊബൈൽ ഫോൺ വഴി ലോകത്തെവിടെ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഖത്തറിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നാട്ടിലെ പഞ്ചായത്തിലുള്ള എൻ്റെ വീടിൻ്റെ നികുതി 2 മിനിറ്റ് കൊണ്ട് അടച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഗംഭീര സംവിധാനമാണ് K-സ്മാർട്ട്. ലണ്ടനിൽ നിന്നൊരു പ്രവാസിയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ മിനിറ്റുകൾ കൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറ്റി അവിടെ ഇരുന്നിട്ട്. ഇവിടുത്തെ ഓൺലൈൻ സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ, അതിൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇതൊക്കെ വെറും തള്ളുന്നതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ തെളിവ് കയ്യിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറയും, ഉറപ്പായിട്ട് വെറുതെ പറയുന്നതെന്നൊക്കെ പറയും. ഈ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഏത് രേഖയും ഏത് സേവനവും നേരിട്ട് പോകാതെടുക്കാം. ഒറ്റ സൗകര്യം മാത്രമേ ആവാത്തതുള്ളൂ, അവനവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അവനവൻ തന്നെ എടുക്കാനുള്ള സൗകര്യമായിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ആ സൗകര്യം എന്താ ആവാത്തതെന്ന് ചോദിക്കരുത്, അത് സൗകര്യം നൽകാനായിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയത്തിന്റെയും കൊടികുത്തി ചെക്ക് ഡാമിന്റെയും കൊക്കയർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നേർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ MLA, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ, പരീസൺസ് ഗ്രൂപ്പ് ചെയർമാൻ NK മുഹമ്മദ് അലി, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KT ബിനു, MJ ജേക്കബ്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, ഒഴാക്കോട്ടയിൽ കൊക്കയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിനി ജയ്കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി ആർച്ച് ഡാം കാണാൻ 2 മാസത്തിനിടെ ഒഴുകിയെത്തിയത് 27,700 സഞ്ചാരികൾ. കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി അണക്കെട്ട് തുറന്നുകൊടുത്തത്. ഒക്ടോബർ 24 വരെയുള്ള കണക്കുകൾ പ്രകാരം 25,060 മുതിർന്നവരും 2,640 കുട്ടികളും ഡാം സന്ദർശിച്ചു മടങ്ങി. ഇടുക്കി ആർച്ച് ഡാം എന്ന നിർമ്മാണ വിസ്മയം നേരിട്ട് ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇടുക്കിയിലെത്തുന്നത്. കുറുവൻ കുറുവത്തി മലകളെ ബന്ധിപ്പിക്കുന്ന ഇടുക്കി ഡാമും സമീപത്തെ ചെറുതോണി അണക്കെട്ടും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അപൂർവമായ ദൃശ്യാനുഭവമാണ്.
ഓണം, വിജയദശമി, ദീപാവലി തുടങ്ങിയ അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക്. നിലവിൽ നിയന്ത്രണങ്ങളോടെയാണ് അണക്കെട്ടിലേക്ക് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഡാമിൽ പരിശോധനകൾ നടക്കുന്ന ബുധനാഴ്ചകളിലും റെഡ്, ഓറഞ്ച് അലർട്ട് ദിവസങ്ങളിലും പ്രവേശനമില്ല. സുരക്ഷാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ അണക്കെട്ടുകൾക്ക് മുകളിലൂടെ കാൽനടയാത്ര അനുവദിക്കില്ല. ഹൈഡൽ ടൂറിസം അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ള ബഗ്ഗി കാറിൽ മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. ചെറുതോണി തൊടുപുഴ റോഡിൽ പാറയിമാവിൽ കൊലുമ്പൻ സമാധിക്ക് മുന്നിലുള്ള പാതയിലൂടെ പ്രവേശന കവാടത്തിലേക്ക് എത്താം. മെഡിക്കൽ കോളേജിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ തിരികെ പോകാം. അടുത്ത മാസം മുതൽ സന്ദർശക നിയന്ത്രണം ഒഴിവാക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. നവംബർ 30 വരെ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കാനാണ് നിലവിലുള്ള തീരുമാനം. നിയന്ത്രണം ഒഴിവാക്കിയാൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. KCB ഹൈഡൽ ടൂറിസം വിഭാഗമാണ് സന്ദർശകർക്കുള്ള ബഗ്ഗി കാറുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. സന്ദർശകർ ആധാർ കാർഡ് ഹാജരാക്കണം. സിറ്റി വിഷൻ, ഇടുക്കി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ ഇടുക്കി കാൽവരി മൗണ്ടിൽ സ്വീകരണം നൽകി. ദേവപ്രിയയ്ക്ക് CPM ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. തറക്കല്ലിടൽ ചടങ്ങ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ 1987 റെക്കോർഡാണ് ദേവപ്രിയ തകർത്തത്. റെക്കോർഡിലേക്ക് ഓടിക്കയറുമ്പോഴും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ബാക്കിയായിരുന്നു. തുടർന്നാണ് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. കായികമേളയിൽ സുവർണ നേട്ടം കൈവരിച്ച ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ പൗര സ്വീകരണം നൽകി. ദേവപ്രിയയുടെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു. MM മണി MLA വീടിന് തറക്കല്ലിട്ടു. എത്രയും വേഗം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. അവർക്ക് വീടില്ല എന്നുള്ള ഗദ്ഗതം കോച്ച് ഉൾപ്പെടെ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രതിഫലിക്കുന്ന പാർട്ടി എന്ന രൂപത്തിലാണ് CPM ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഈ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആവേശവും അഭിമാനം തോന്നുന്നത് ഞങ്ങൾ കൈക്കൊണ്ട ഈ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് നിർദ്ധരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, സ്വർണം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വർഷം 50 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഗവൺമെൻറ് പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്നതാണ്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ദേവപ്രിയയും കുടുംബവും. ഞാൻ റെക്കോർഡ് എടുത്ത് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് ശിലാസ്ഥാപനം നടത്തി. സന്തോഷമായി. നല്ല വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. അത് ഞാൻ റെക്കോർഡ് എടുത്ത് നല്ല വീട് വെച്ചു. 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിക്കുക. വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ DYFI ജില്ലാ കമ്മിറ്റി നൽകും. സിറ്റി വിഷൻ, ഇടുക്കി. സംസ്ഥാന പട്ടയമേളയോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം ഒക്ടോബർ 31 രാവിലെ 10:30 റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിക്കും. വാഴത്തോപ്പ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പട്ടയമേളയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനാകും. ജില്ലയിൽ 500 പട്ടയങ്ങൾ വിതരണം ചെയ്യും. താലൂക്ക് അടിസ്ഥാനത്തിൽ ദേവികുളം 309, ഇടുക്കി 61, തൊടുപുഴ 35, പീരുമേട് 95 എന്നിങ്ങനെ പട്ടയം വിതരണം ചെയ്യും. MLA-മാരായ MM മണി, PJ ജോസഫ്, അഡ്വക്കേറ്റ് A രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നിൽ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവട്ട്, സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ്, ആര്യ VM, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ജീവനക്കാർ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. തേയിലത്തോട്ടം തൊഴിലാളികളുടെ വേറിട്ട മത്സരം.
കൊളുന്തെടുക്കൽ മത്സരമാണ് തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിഷൻ 2031 ഭാഗമായിട്ടാണ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തെരഞ്ഞെടുത്ത തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് മത്സരം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 2031 ഭാഗമായിട്ടാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കായി കൊളുന്തെടുക്കൽ മത്സരം നടത്തിയത്. മാട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിന് സമീപം നടത്തിയ മത്സരം കാണികൾക്കും വേറിട്ട അനുഭവമാണ് പകർന്നു നൽകിയത്. KDHP കമ്പനിക്ക് കീഴിലുള്ള പള്ളിവാസൽ, പെരിയ കനാൽ, തലയാർ, പന്നിയാർ, സൂര്യനെല്ലി തുടങ്ങിയ എസ്റ്റേറ്റുകളിൽ നിന്നുമായി 26 തൊഴിലാളികളാണ് പങ്കെടുത്തത്. ഒന്നാം സമ്മാനം 7,000-ഉം, രണ്ടാം സമ്മാനം 5,000-ഉം, മൂന്നാം സമ്മാനമായി 3,000 രൂപയുമാണ് ലഭിക്കുക. ഇതുകൂടാതെ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും 1,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും നൽകുന്നുണ്ട്. വാശിയേറിയ മത്സരമാണ് നടന്നതെന്ന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ബിജു പറഞ്ഞു. ടീ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ പ്ലക്കിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു. ഈ പരിപാടിയിൽ ഏകദേശം 26 തൊഴിലാളികൾ പങ്കെടുത്തിരുന്നു. വാശിയേറിയ മത്സരമാണ് നടന്നത്. ഈ മത്സരത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് ഒരാൾക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് 7,000 രൂപയും, സെക്കൻഡ് പ്രൈസ് 5,000-ഉം, തേർഡ് പ്രൈസ് 3,000 നൽകുന്നുണ്ട്. കൂടാതെ പങ്കെടുത്ത തൊഴിലാളികൾക്ക് 1,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനം നൽകുന്നു. എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാശിയേറിയ കൊളുന്തെടുക്കൽ മത്സരം വിനോദസഞ്ചാരികൾക്കും കാഴ്ചയുടെ വേറിട്ട അനുഭവം പകർന്നു നൽകി. സിറ്റി വിഷൻ, മൂന്നാർ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഷീലേഡീൻസിന്റെ ഉദ്ഘാടനം നടന്നു. ബഹുവർഷ പദ്ധതിയായി തുക വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുകയെന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട്. മൂന്നാറിലെത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീൽ ലോഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. ഡോർമെറ്ററിയും 7 മുറികളുമായി 2-ാം മൈലിലാണ് ഷീൽ ലോഡ്ജ് പ്രവർത്തിക്കുന്നത്. വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുകയെന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിൽ അവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്രമായി നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഷീൽ ലോഡ്ജ് കൂടിയാണ് 2-ാം മൈലിലേത്. നിർമ്മാണം പൂർത്തീകരിച്ച ഷീൽ ലോഡ്ജിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ബാക്കിയുള്ള ഭരണസമിതി അംഗങ്ങളും ഈ പഞ്ചായത്തിലെ മാറി മാറി വന്നുപോയ ഉദ്യോഗസ്ഥരടക്കം ചില ആളുകൾ, ചില ഉദ്യോഗസ്ഥന്മാർ അത് പോസിറ്റീവായി കാണുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷീൽ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. 2022-23 വർഷത്തിലായിരുന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഡോർമെറ്ററിയിൽ മാത്രം 30-ലധികം ആളുകൾക്ക് താമസസൗകര്യമൊരുക്കും. ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ലത, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ന് രാജകുമാരി പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹന പ്രചരണ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിക്കുന്നത്. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു കുറ്റവിചാരണ യാത്ര ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30-ന് പഞ്ചായത്തിൽ കുറ്റവിചാരണ വാഹനയാത്ര നടത്തുമെന്ന് UDF ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം രാജകുമാരി പഞ്ചായത്തിലെ ഇടതുപക്ഷ
മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജകുമാരി പഞ്ചായത്തിൽ വളരെ നിർജ്ജീവമായ ഒരവസ്ഥയിലായിരുന്നു എന്ന് നമുക്കറിയാം. കാര്യക്ഷമമായ ഭരണം ഈ പഞ്ചായത്തിലുണ്ടാകുവാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ പൊതുജനം വളരെ വിവേകത്തോടും വളരെ ആലോചനയോടും കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഈ സമയത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജകുമാരി പഞ്ചായത്തിൻ്റെ ഭരണം തീർത്തും നിർജ്ജീവമായ ഒരവസ്ഥയിലേക്ക് വീണ്ടും എത്തി നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കുറ്റവിചാരണ യാത്ര നാളെ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 7-ന് വള്ളംകുന്നേൽ പടിയിൽ നിന്നും ആരംഭിക്കുന്ന കുറ്റവിചാരണ യാത്ര രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച വൈകിട്ട് രാജകുമാരി ടൗണിൽ സമാപിക്കും. സമാപന സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 മണിക്ക് വള്ളംകുന്നപ്പടിയിൽ KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്ത് പതാക കൈമാറുന്നതോടുകൂടി നമ്മുടെ കുറ്റവിചാരണ യാത്ര ആരംഭിക്കും. വിവിധ സ്ഥലങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് രാജകുമാരി സൗത്തിൽ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം. ജാഥ ക്യാപ്റ്റൻ റോയി ചാത്തനാട്ട്, വൈസ് ക്യാപ്റ്റന്മാരായ ജോസ് കണ്ടത്തിൻകര, TS ഹസൻ എന്നിവർ കുറ്റവിചാരണ യാത്രയ്ക്ക് നേതൃത്വം നൽകും. ജില്ലാ സംസ്ഥാനതല നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. സിറ്റി വിഷൻ, രാജകുമാരി. സേനാപതി അരുവിളഞ്ചാൽ ഉന്നതി അബ്ദേക്കർ നഗർ വികസന പദ്ധതിയുടെ പ്രാഥമിക യോഗം നടന്നു. അരുവിളഞ്ചാൽ ട്രൈബൽ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. 1 കോടിയുടെ വികസന പദ്ധതികളാണ് ഉന്നതിയിൽ നടപ്പിലാക്കുന്നത്. 2025-26 വർഷത്തെ അംബേദ്കർ നഗർ വികസന പദ്ധതി പ്രകാരം 1 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പ്രാഥമിക വികസന യോഗം ചേർന്നു. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളാഞ്ചാൽ ഉന്നതിയിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് വഴിയാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നത്. 1 കോടി രൂപ വകയിരുത്തിയായിരിക്കുന്ന പദ്ധതിയിൽ ഉന്നതിയിലെ നിവാസികൾക്കും പ്രദേശവാസികൾക്കും പ്രയോജനകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയാണ് വികസന പദ്ധതിയുടെ പ്രാഥമിക യോഗം ചേർന്നത്. സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ നമുക്ക് വിനിയോഗിക്കണമെന്ന് ചർച്ച ചെയ്യാനാണ് ഈ യോഗം കൂടിയിരിക്കുന്നത്. ഇവിടെ ഉള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്ത് ശരിയായ തീരുമാനമെടുക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങളെല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ച് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കമ്മ്യൂണിറ്റി ഹാൾ, ലൈബ്രറി, റോഡ് നിർമ്മാണം, നടപ്പാത നിർമ്മാണം, വീട് സംരക്ഷണ ഭിത്തി നിർമ്മാണം, വീടുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതി, സ്കൂൾ കളിസ്ഥലം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു. പ്രോജക്ട് ഓഫീസർ G അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സമീപ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, ഊരുമൂപ്പൻ, പട്ടികവർഗ വികസന വകുപ്പ് ജീവനക്കാർ, ഉന്നതി നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, സേനാപതി. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വാർത്തകൾ തുടരുന്നു. കട്ടപ്പനയിൽ നടന്നുവരുന്ന കലോത്സവം നാടിന്റെ ഉത്സവമായി മുന്നേറുന്നു. പരാതികളില്ലാതെ കലോത്സവം ഭംഗിയായി നടത്താനുള്ള ശ്രദ്ധാപൂർവമായ പ്രവർത്തനമാണ് സംഘാടകർ നടത്തിവരുന്നത്. കലോത്സവത്തിന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളാണ് കഴിഞ്ഞ 1 മാസമായി പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ വ്യവസായ കേന്ദ്രത്തിന്റെ തലസ്ഥാനമായ കട്ടപ്പനയിൽ നടന്നുവരുന്ന കലോത്സവം നാടിന്റെ ഉത്സവം എന്ന നിലയിലാണ് മുന്നേറുന്നത്. കലോത്സവത്തിന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളാണ് കഴിഞ്ഞ 1 മാസമായി പ്രവർത്തിക്കുന്നത്. കലോത്സവ വേദികളിലെ കമാനം നിലവാരം പുലർത്തുകയും ആകർഷകവുമാണ്. മത്സരാർത്ഥികൾക്ക് ഫോട്ടോയെടുക്കാൻ സെൽഫി പോയിന്റ് ഒരുക്കിയത് ഏറെ ആകർഷണീയമാണ്. സെൽഫി പോയിന്റിൽ കയറി മത്സരാർത്ഥികളും ഒപ്പമുള്ളവരും ഫോട്ടോ എടുത്തും മറ്റുമാണ് മടക്കം. മത്സരാർത്ഥികൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. ഉത്സവ പ്രതീതിയാണ് ഇപ്പം കട്ടപ്പന സെൻറ് ജോർജ് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുള്ളത്. കഴിഞ്ഞ ഒരു 2012-ലും 2017-ലുമാണ് ഇതിന് മുൻപ് ഇവിടെ സബ്ജില്ലാ കലോത്സവം നടന്നത്. അപ്പം അതുപോലെ തന്നെ അന്ന് വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് വേള നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. 10,000-ഓളം കുട്ടികൾ, ഒരേ സ്കൂളിൽ നിന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. വരുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ രീതിയിലുള്ള നല്ലൊരു സംഘാടക സമിതി പ്രവർത്തിക്കുന്നുണ്ട്. നിറനിലാവിനെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കലോത്സവം ഇത്ര മനോഹരമാക്കിയത്. പരാതികളില്ലാതെ മുന്നോട്ടു പോകാനാണ് സംഘാടകർ ശ്രമിക്കുന്നത്. നിറനിലാവിന്റെ പ്രശോഭ കെടാതിരിക്കാൻ മികച്ച വിധികർത്താക്കളെയാണ് എത്തിച്ചിരിക്കുന്നത്. സമയക്രമം പാലിച്ച് മത്സരം മുന്നേറുകയാണ്. 3 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം ആസ്വദിക്കാൻ ആസ്വാദകരും എത്തുന്നത് കലോത്സവത്തിന്റെ വിജയമായി മാറി. സിറ്റി വിഷൻ, കട്ടപ്പന. സ്വയം തൊഴിലിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, സ്വയം പര്യാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ശാന്തൻപാറയിൽ നടന്നു. 2,09,00,000 രൂപയാണ് വനിതകൾക്കായി വിതരണം ചെയ്തത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കെണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക, ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെ തെരഞ്ഞെടുത്ത 23 കുടുംബശ്രീകൾക്കാണ് 2,09,00,000 രൂപ വിതരണം ചെയ്തത്.
5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത്. 6% പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് തുക തിരിച്ചടയ്ക്കണം. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉടുമ്പൻചോല MLA MM മണി വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി സംസ്ഥാനങ്ങളുണ്ട്. പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനങ്ങളടക്കം നിരവധി സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. എന്നാൽ കേരള സംസ്ഥാനത്ത് സ്വാതന്ത്ര്യാനന്തര സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇതുവരെ ഇന്നേ വരെ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, CDS ചെയർപേഴ്സൺ ശ്യാമള ബാലൻ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VV ഷാജി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, പൂപ്പാറ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,145 രൂപ, പവന് 81,160 രൂപ, വെള്ളി ഗ്രാമിന് 166 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമവും ചട്ടവും പാലിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്ന് മന്ത്രി MP രാജേഷ്. ഇടുക്കി ആർച്ച് ഡാം കാണാൻ 2 മാസത്തിനിടെ ഒഴുകിയെത്തിയത് 27,700 സഞ്ചാരികൾ. കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി അണക്കെട്ട് തുറന്നുകൊടുത്തത്. സംസ്ഥാന പട്ടയമേളയോടനുബന്ധിച്ച് ജില്ലയിൽ 500 പട്ടയങ്ങൾ വിതരണം ചെയ്യും. വാഴത്തോപ്പിൽ ഒക്ടോബർ 31-ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ സ്വീകരണം. ദേവപ്രിയയ്ക്ക് CPM ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.